വിജയത്തിന്റെയും പരാജയത്തിന്റെയും കഥ മറന്നേക്കാം, ലക്ഷ്യത്തിലെത്താൻ നിർത്താതെ പൊരുതുക. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളായ രണ്ട് വ്യക്തികളാണ് ഇന്ന് വരാൻ പോകുന്നത്. രണ്ടുപേരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അരിസ്റ്റോ സുരേഷ് ആൻഡ് സേതു ലക്ഷ്മി അമ്മ. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. അടിപൊളി. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് സോഷ്യൽ മീഡിയയും അതൊക്കെ വഴി. സേതുലക്ഷ്മി അമ്മ സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ വിളിച്ച് ശീലമായതുകൊണ്ടാണ് സേതുലക്ഷ്മി അമ്മ എന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നത്. പക്ഷെ ശരിക്കും ഭയങ്കര കുട്ടിത്തമുള്ള കുസൃതി നിറഞ്ഞ, എപ്പോഴും എല്ലാവരോടും വഴക്കിട്ട് കുസൃതി കാണിക്കുന്ന ഒരാളാണ്. അല്ല, ഞങ്ങളുടെ ബേബി സേതു എന്നാണ് അറിയണം. ബേബി സേതുലക്ഷ്മി. അത് ബേബി ശാലിനിക്ക് ശേഷം പിന്നെ ആര് എന്ന ചോദ്യത്തിന് എന്തായാലും രണ്ട് കുട്ടികളെയാണ് ഇന്ന് നമുക്ക് അതിഥികളായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറെ വിശേഷങ്ങളും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ റെഡി? റെഡി. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ അംഗം വെട്ടാൻ തുടങ്ങുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉഷാറായിട്ട് ഈ കുട്ടികളെ പോലെ ഓടിച്ചാടി എന്ത് പറഞ്ഞാലും ചാടിപ്പോയി ചെയ്യാനുള്ള ഒരു മനസ്സ്, അതെങ്ങനെയാണ് വരുന്നത്? ഈ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ? ഞാൻ അവിവാഹിതനാണ്, കല്യാണം കഴിഞ്ഞിട്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും കുട്ടികൾ പഠിച്ചോ തോറ്റോ ഒന്നും ആവശ്യമില്ല. ഭാര്യ വിളിച്ചിട്ട് ചേട്ടൻ എവിടെയാ വേഗം വാ, അങ്ങനെയുള്ള ശല്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോ അങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. സൂപ്പർ. ചേച്ചിയോ? അമ്മ എങ്ങനെയാണ്? എനിക്കിങ്ങനെ ദിവസവും ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം തന്നെ എന്നും ഞാൻ വീട്ടിൽ 2 ദിവസം നിൽക്കുന്നെങ്കിൽ ഒരു കട്ടിൽ കൊണ്ട് ഞാനും ഉണ്ട്. അപ്പോഴാ സൂക്കേട്. പിന്നെ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കണം. അതൊക്കെ കഴിക്കണം. നാളെ കഴിക്കാനൊക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയുണ്ട് എനിക്ക്. അമ്മയ്ക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? എനിക്ക് ഇങ്ങനെ ചോറും ചേനിയും പുളിശ്ശേരി മീൻകറി ഒക്കെ ഇഷ്ടമാണ്. എനിക്കല്ല പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഫുഡൊന്നും ഇഷ്ടമില്ല. പിസ്സ, ബർഗർ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഈ എന്താ പറയാ, ഈ നേരത്തെ എന്തോ പറഞ്ഞല്ലോ ബേബി സേതു എന്ന് നിങ്ങൾ വിളിച്ചു, അത് നിങ്ങളിട്ട പേരാണോ? അതേ ചേട്ടൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണോ? അങ്ങനല്ല. ഇപ്പൊ ബേബി ശാലിനി മതിയായിക്കല്ലോ. പിന്നെ അതിനുശേഷം ബേബി ശാലിനിക്ക് ശേഷം പിന്നെ ആരെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ കണ്ടുപിടിച്ച ഉത്തരമാണ് ബേബി സേതുലക്ഷ്മി. അത് പക്ഷെ കറക്റ്റ് ആണ്, നമ്മൾ ഉത്തരം തെറ്റിയിട്ടില്ല. അതാണ് അതിന്റെ ഒരു സംഭവം. ഈ ബേബി സേതു പോലെ ബേബി സുരേഷിന് എന്ത് ചെറുതായിട്ട് വിളിക്കാൻ പറ്റും? മാസ്റ്റർ സുരേഷ്. മാസ്റ്റർ സുരേഷ് അങ്ങനെ വിളിക്കാറോ? അങ്ങനെയാണ് എല്ലാവരും വിളിക്കാറ്. ഓക്കെ. അപ്പൊ രണ്ടുപേരും എന്തായാലും ബേബി മാസ്റ്റർ ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എബ്രിഡ് ഷൈൻ അദ്ദേഹം സുരേഷ് ചേട്ടനെ കണ്ടുപിടിച്ചൊരു കഥ നമ്മൾ പല ഇന്റർവ്യൂസിലും കേട്ടു. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വിളിച്ചു, അത് പോയി ചെയ്തു. അപ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ഞാൻ സിനിമയിൽ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും ഒരു നടനായിട്ടല്ല. നടനായിട്ടല്ല. പിന്നെ ജന്മനാ ഞാൻ ഒരു പാട്ടുകാരനുമല്ല, അല്ലെങ്കിൽ പാട്ടുകാരനല്ല. ഇത് നടനും പാട്ടുകാരനൊക്കെ അയക്കുന്നത് സാറാണ്, എബ്രഡ് സാറാണ്. നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറായി അതെ. അത് സിനിമ സംവിധാനം ചെയ്യാനല്ല, നല്ലൊരു എന്താ പറയുക അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ നിൽക്കാനായിരുന്നു നമ്മുടെ ഏറ്റവും. കാര്യം സിനിമ ലൊക്കേഷനിൽ ഉണ്ടാവണം, സജീവമായിട്ട് ഉണ്ടാവണം. അത് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 22 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൊക്കേഷൻ വിട്ട് പോവല്ലേ. സംവിധാന ഡയറക്ടറിന്റെ സൈഡാണെങ്കിൽ തുടങ്ങി തീർന്നവരെ നമുക്ക് ലൊക്കേഷൻ തന്നെ കാണാം. സിനിമയിലെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ എബ്രിഡ് ഷൈൻ്റെ അദ്ദേഹത്തിന് സെറ്റിൽ ചെന്നപ്പോ ഇതേപോലെ കുറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പൊ അവരായിട്ടൊക്കെ സൗഹൃദം വയ്ക്കാനും എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ പഠിക്കാനുള്ള ശ്രമമൊക്കെ നടത്താൻ സമയം കിട്ടിയോ? ഞാൻ ചോദിക്കും, പലയിടത്തും കാര്യങ്ങൾ ചോദിക്കും. സാറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
പിന്നെ സാർ അറിയാം. എപ്പോഴെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ? അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനായിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അത് എന്നെ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു IV ശശി സാറ്. അത് ലാസ്റ്റ് സമയത്തൊക്കെയാണ് സാറിൻ്റെ. പിന്നീട് സാർ സുഖമില്ലാതൊക്കെ ആയി. പക്ഷെ ആ സിനിമ എന്ന് പറയുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇൻസ്പെക്ടർ ബൽറാം താരാദാസ് സിനിമ. അത് വർക്ക് നടക്കുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ സാറിനെ കാണുന്നത്. അപ്പൊ ഇനി വേണമെങ്കിൽ അതിനുള്ള ശ്രമം നടത്താം അല്ലേ? ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ അടുത്ത് ചോദിച്ച് എനിക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു 10-30ഓളം സിനിമകളിൽ അഭിനയിച്ചു. അത് 10-30ഓളം ഡയറക്ടർമാരുടെ കാര്യങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ട്. അവർ ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വൈകാതെ ഞാൻ നേരിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സേതുലക്ഷ്മി അമ്മയ്ക്ക് ഇതേപോലെ പിന്നിൽ പ്രവർത്തിക്കണ ഏതെങ്കിലും ഒരു മേഖല ഇഷ്ടമാണോ? ഡയറക്ഷനോ അല്ലെങ്കിൽ ക്യാമറ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഈ എഡിറ്റ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? എഡിറ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഡയറക്ഷൻ എനിക്ക് ഡയറക്ഷൻ ഇഷ്ടമാവുന്നത് എങ്ങനെ എനിക്കറിയാതെ. എനിക്ക് എന്നെ കൊണ്ടൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഒരു നല്ല ക്യാമറാമാൻ വേണം. വേണം, അത് വേണം. അത് നമുക്ക് ഇവിടുന്ന് ഒരാളെ തട്ടിക്കൊണ്ടു പോകാം. ക്യാമറാമാൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എനിക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ അതും അവിടെ വയ്ക്കും ഇവിടെ വയ്ക്കുന്ന പറയുന്നത് ഡയറക്റ്റ് ചെയ്യാൻ എനിക്കറിയാം. ഡയറക്ഷൻ അറിയാം. അത് ആർട്ടിസ്റ്റിനെ ഡയറക്റ്റ് ചെയ്യാൻ എനിക്കറിയാം. മറ്റേ അതൊന്നും എനിക്കറിയത്തില്ല. ഒരു കുഴപ്പമേ ഉള്ളൂ. ഏത് കുഴപ്പം? ടെക്നിക് സൈഡ് അതെനിക്ക് ആ സൈഡ് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. സജഷൻ അതും ഇതൊക്കെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നല്ല ഒരു ക്യാമറാമാനെ ഞാനിങ്ങനെ നോക്കി സുഖാണ്. ഈ ഒരു എനർജിയിൽ തന്നെ, ഈ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ നമുക്ക് ചേട്ടൻ്റെ ഒരു പാട്ട് കേട്ടാലോ? ഓഹോ, നമുക്ക് ആ പാട്ട് തന്നെ പാടുമല്ലോ. ഒരു എത്രയോ പ്രാവശ്യം പാടി പാടി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ ഏറ്റുവാങ്ങിയ മുത്തേ പൊന്നെ. ആ പാട്ടിന്റെ കഥ അറിയോ? എനിക്കറിയാവുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണ് ഇതൊക്കെ. അപ്പൊ ചേട്ടൻ ആ പാട്ട് വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കാൻ എന്തോ പാട്ടുമായിട്ട് പോയതാണെന്നല്ലേ? എന്നിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ടു, മുഖം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഗ്ലാമറുള്ള മുഖമായിരുന്നല്ലേ? അപ്പോഴും ഇതിനെക്കാട്ടി ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം എനിക്ക് അത്രയും കഥ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ അല്ല, എന്റെ ഗ്ലാമർ കണ്ടിട്ടാണ് സാർ എന്നെ ആ സിനിമയിൽ എടുത്തത്. 2-3 ദിവസത്തെ ഷൂട്ടായിരുന്നു ഒരേ സ്ഥലത്ത് നിന്നിട്ട് ആ മാർക്കറ്റില്. അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടി കൊടുക്കണം. ഞങ്ങൾ ഈ മേശയിലിട്ട് കൊട്ടി പാടി കൊടുക്കും. അങ്ങനെ അതൊരു 300 തവണയെങ്കിലും ആ പാട്ട് പാടിയിരിക്കും. അത് 300 തവണ പാടുമ്പോഴും ഈ മേശയിലിട്ട് കൊട്ടണമല്ലോ. പക്ഷേ പിന്നെ കൈയൊക്കെ വേദനിച്ചിട്ട് പിന്നെ സാറ് പറഞ്ഞ് ബുക്ക് വയ്ക്കുക കൊട്ടണമായിട്ട് കാണിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം പാട്ടിട്ട് കേൾപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ കൊട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. എന്തായാലും മാക്സിമം നാച്ചുറൽ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ആ സീനും ആ പാട്ടും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചു. അപ്പൊ എന്തായാലും മലയാളികളുടെ എല്ലാം ഇഷ്ടഗാനമായ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? റെഡി? മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പം നീയല്ലോ കനവാകേ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ തന്നാനേ താനേ, താനേ തന്നേ തന്നാനേ താനേ, താനേ തന്നേ തന്നാനേ താനേ, താനേ തന്നേ തന്നാനേ താനേ. മുത്തേ. ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എല്ലാ ഇപ്പൊ എന്താ പറയോ, ശരിക്കും എനിക്ക് പാടുന്നതാണ് ഇഷ്ടം, ഇല്ല എഴുതുന്നതാണ് ഇഷ്ടം. നമ്മള് പാടാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാടുന്നുള്ളൂ. ചേട്ടൻ ഒരു അവസരം കിട്ടുകയാണ്, ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഒരാളെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഏത് ഗായകനാണ് ചേട്ടന്റെ പാട്ട് പാടാൻ? ഞാൻ എഴുതിയിട്ടുള്ള പാട്ട് പാടിയിട്ടുണ്ടല്ലോ, വിധു പ്രതാപ് പാടിയിട്ടുണ്ടല്ലോ. വിധു പ്രതാപ്, ഏത് പാട്ടാ? കള്ളുഷാപ്പിലെ പാട്ടാണോ? ഞാൻ പാടാം. എപ്പോഴെങ്കിലും വിധു പ്രതാപ് പാടിയിട്ടുള്ള ആ പാട്ട് കേട്ടു നോക്കണം. കേട്ടു നോക്കാം. നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല,
നീ അറിഞ്ഞില്ല നിന്നിഴലറിഞ്ഞില്ല. മുറ്റത്തുയീറനൊടുത്തു പൂക്കളം ഒരുക്കും നേരം മാഞ്ചോട്ടിൽ മറഞ്ഞു നിന്നൊരു കാമുകനയനം നിന്നഴകു കവർന്നു. നീ അറിയാതെ നിന്നിഴലറിയാതെ, നീ അറിഞ്ഞില്ല നിന്നിഴലറിഞ്ഞില്ല. മുറ്റത്തുയീറനൊടുത്തു പൂക്കളം ഒരുക്കും നേരം മാഞ്ചോട്ടിൽ മറഞ്ഞു നിന്നൊരു കാമുകനയനം നിന്നഴകു കവർന്നു. നീ അറിയാതെ നിന്നിഴലറിയാതെ. തുടങ്ങുന്ന പാട്ടാണ്. ചേട്ടൻ തന്നെ എഴുതി, ചേട്ടൻ തന്നെ സംഗീതം നൽകിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഞാൻ സംഗീതം ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള സംഗീതത്തിന്റെ പൂർണ്ണ അവകാശം നമ്മൾ ട്യൂണ് മാത്രം നമ്മൾ പാടുന്നു. പക്ഷെ അതിന്റെ വീണ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്, ഓർക്കസ്ട്ര ചെയ്യുന്ന ഒരാളുണ്ട്. ഈ മഞ്ജു ചേച്ചിയുടെ കൂടെ സിനിമ അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? ആദ്യം മഞ്ജു ചേച്ചിയെ കണ്ടപ്പോൾ, കാരണം സേതുലക്ഷ്മി അമ്മ ഒരുപാട് ചേച്ചിയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരിട്ട് ആദ്യമായിട്ട് ആ സിനിമയിലാണോ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്? ഞെട്ടി. എന്തിന്? അല്ല, ഞാനൊന്നിങ്ങനെ അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് മഞ്ജുവിനെ കാണാൻ ഞാനിങ്ങനെ നേരിൽ കണ്ടിട്ടില്ല. സിനിമയിൽ എന്തോ കണ്ണെഴുതി പൊട്ടുന്നത് അങ്ങനെയുള്ള കുറേ പടങ്ങൾ ഞാൻ TV കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. അത്രയും വലിയൊരു കൊച്ചുകുട്ടി നടി, വലിയൊരു നടി, കൊച്ചുകുട്ടി അതിനെ കാണാതിരിക്കും. അപ്പൊ ഇത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവരെ കണ്ടപ്പോഴും ഞാനൊന്ന് ഞെട്ടി. എങ്ങനെ ഇവരെ കൂടെ എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. മഞ്ജുവിനോട് അഭിനയിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടും ഉണ്ടോ, മഞ്ജുവിൻ്റെ തിരിച്ചു വരവ്, ഞാൻ അഭിനയിക്കാൻ പോണ്, എനിക്ക് സന്തോഷം, ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മഞ്ജുവിനെ കണ്ടപ്പോൾ എനിക്ക് വയ്യ, ഞാൻ എങ്ങനെ അഭിനയിക്കുമെന്നായിരുന്നു. അവരെ കൂടെ ഞാൻ എങ്ങനെ അഭിനയിക്കും എനിക്ക്. പക്ഷെ മഞ്ജുവിൻ്റെ ആദ്യത്തെ എന്നോടുള്ള ആ ഒരു പെരുമാറ്റം ഓടി വന്ന് ഇനി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, ഇത്ര നാൾ ഇത് എവിടെ ഒളിച്ചിരുന്നത്, ഞാൻ കണ്ട് ലെഫ്റ്റ് ഞാൻ കണ്ടു, എന്തുവായിരുന്നത്, ഇതിനു മുമ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൊണ്ടേന്ന് ഇങ്ങനെയാണത്. അതും പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്നോടുള്ള പെരുമാറ്റം കൊണ്ട് എനിക്ക് ഒരു അറപ്പില്ലാതെ അഭിനയിച്ചു. സുരേഷ് ചേട്ടന് ഏതെങ്കിലും ഒരു ഡയറക്ടറിനോട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എന്നെ വേണമെന്നുള്ളവർ എന്നെ വിളിക്കുള്ളൂ. അങ്ങനെയാണുള്ളൂ. എനിക്ക് അങ്ങനെ ആരോ കൂടെ അഭിനയിക്കണം നിർബന്ധം താല്പര്യമില്ല. പിന്നെ എല്ലാ സംവിധാനം വിളിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ള, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ എന്തെങ്കിലും ഒരു വേഷം, പ്രത്യേകതരം ഒരു വേഷം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഈ സാധാരണ ഇതല്ലാതെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു നടൻ ആവാൻ ആഗ്രഹിച്ച ആളല്ല, നടനല്ല എന്നുള്ളു. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേക റോൾ അങ്ങനെയുള്ള നമുക്ക് റോൾ തന്നാൽ നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുമ്പോൾ അതൊരു വെല്ലുവിളിയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടണവരേക്ക് ഇപ്പം നമ്മളൊരു പരിശീലനമാണ് എല്ലായിടത്തും പോയി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പോൾ വിജയരാഘവൻ സാറ്, അബു സലീം സാറ്, ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഇവരൊന്ന് രണ്ടുപേരും നല്ല ഉപദേശം കിട്ടിയിട്ടുണ്ട്, വിജയരാഘവൻ സാറിൻ്റെയും അബു സലീം സാറിൻ്റെ ഒക്കെ. നമുക്ക് എന്തായാലും നിങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മത്സരിക്കുമ്പോൾ ഒരു രസമുള്ള ഒരു മത്സരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഒരു ഗെയിം. ഫുട്ബോൾ ഇഷ്ടമാണോ സേതു അമ്മയ്ക്ക്? പിന്നെ മക്കളെ ഫുട്ബോൾ മക്കളെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഗെയിം എന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ റെഡിയാണോ എന്ന് പറ. റെഡി എന്ന് പറ. റെഡി. അപ്പൊ ഫുട്ബോൾ കളിക്കാനായിട്ട് 2 കുട്ടികളും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇതെന്താന്ന് വെച്ചാൽ ആ ഗോൾ പോസ്റ്റ് കണ്ടോ, ആ ഗോൾ പോസ്റ്റിലേക്ക് ഇപ്പൊ സുരേഷ് ഏട്ടൻ കളിക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഇത് ഫുട്ബോള് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കിക്ക്, ആ കിക്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ പോയി വീഴണം ഈ ബോള്. അപ്പോഴാണ് നമ്മൾ ഓരോ പോയിന്റ് വെച്ച് തരുള്ളൂ. അപ്പൊ 1 മിനിറ്റ് സമയമുണ്ട്. ആ 1 മിനിറ്റ് സമയത്തിൽ ഒരു ബോളെങ്കിലും നിങ്ങൾ വീഴ്ത്തണം. അത്രേ ഉള്ളൂ നിയമം. മത്സരമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കടുത്ത മത്സരം. സോറി, എനിക്ക് പറ്റിയ ടീം തണ്ടിയൊന്നുമല്ല. എനിക്ക് പറ്റിയ അല്ല 100 വയസ്സായ ആൾക്കാരായിരുന്നു. ചേച്ചി ഭയങ്കരമായിട്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കണ്ട് എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? ആണോ? കണ്ടിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ ചേച്ചി? നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. മത്സരം തന്നെയാണ്. ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം, തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ്. അമ്മച്ചി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത
ആദ്യം ആർക്കാ? ആദ്യം സുരേഷ്. ഓ ആണുങ്ങൾ ആണുങ്ങൾ ആദ്യം. ചേച്ചി വന്നപ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു, അതായത് ഓ സുരേഷ് എങ്ങാനും എന്റെ കൂടെ കളിച്ചിട്ട് സുരേഷ് തോറ്റ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ആണുങ്ങൾ എപ്പോഴും ജയിക്കണം എന്ന്. അതാണ് ചേച്ചിയുടെ ഒരു അല്ല ഇത്ര എന്നോട് കാര്യം ചോദിച്ചല്ലോ. ഇപ്പം പണ്ടത്തെ സ്ത്രീയുണ്ട്, പുതിയ സ്ത്രീയുണ്ട്, എന്ത് പറയുന്നു ഇതിനെ പറ്റിയിട്ട്? ഞാനാണെങ്കിൽ ഞാൻ ജയിക്കും, ചേട്ടനെ അടിച്ചിട്ടിട്ട്. ആണല്ലോ. ഇപ്പോഴത്തെ സ്ത്രീകൾ ജയിക്കും, പക്ഷെ ഞാൻ നോക്കാം. തോറ്റാൽ തോറ്റു. മാക്സിമം ചേച്ചിയെ തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, തോറ്റാൽ തോറ്റു. ഞാൻ വിട്ടുകൊടുക്കാം. എന്തെങ്കിലും ആവട്ടെ. ബോൾ പിടിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇതാണ് ചേട്ടന്റെ പൊസിഷൻ. ഇവിടെയോ? നമ്മൾ ഇവിടെ നിൽക്കണം, എന്നിട്ട് ബോൾ ഇവിടെ വെക്കണം. മ്യൂസിക് വരുമ്പോ കിക്ക് ചെയ്യണം. റെഡി? ഓക്കെ, അപ്പൊ റെഡി, 1 2 3 മ്യൂസിക്. കലക്കൻ ഉന്നാചനെ കുറച്ചുകൂടി ശക്തി എടുത്തോ. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി റൊണാൾഡോ. അതുപോലെ തന്നെ കറക്റ്റ്. നിങ്ങളിത് കാണുക. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ക്രിസ്ത്യാനോ പതുക്കെ പട്ടിക്കും മണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. ഒന്നുകൂടെ സമയം, 1 മിനിറ്റ് സമയമുണ്ട്. ഓ അങ്ങനെയുണ്ട്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിരിക്കും. റെഡി? ഓ സമയം തീർന്നിരിക്കുകയാണ്. സേതുമ്മ, ആണുങ്ങൾ ജയിച്ചാൽ ഇവരെ ഞാനെങ്ങനെ ജയിക്കും? എന്നാലും പോട്ട്. ആണുങ്ങൾ ജയിക്കാത്ത എത്രയോ സ്ഥലത്ത് നമ്മൾ സ്ത്രീകൾ ജയിച്ചു കാണിച്ചു. സോ റെഡി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 മ്യൂസിക്. ചേച്ചി അതേപോലെ തന്നെ അതിന്റെ നേരെ നിക്ക്. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ why this man is called a genius. എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിമറിയിട്ട് തെളിയിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. കൊച്ചു കള്ളി, ഇതൊക്കെ എന്ത് വീട്ടിൽ പഠിച്ചിട്ടാണ് വരുന്നതല്ലേ? യവം പുലിയാണ് ഏട്ടാ. What a goal! ക്രിസ്ത്യാനോ റൊണാൾഡോ. കഴിഞ്ഞോ? ഗെയിം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 1 അടിച്ചിട്ട് പോട്ടെന്ന് വിചാരിച്ചു. 4 അടിച്ചു കളഞ്ഞു. എന്റെ ഒരു സമ്മാനം തകർന്നു പോയി സുരേഷേട്ടന്റെ മനസ്സ്. എന്തായാലും ഞാൻ സേതു അമ്മയ്ക്ക് ഒരു സമ്മാനമുണ്ട്. അടുത്തത് നമുക്ക് ഇദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? സുരേഷ് ചേട്ടന്റെ പണിഷ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഡയലോഗില്ലേ, കിരീടത്തിലെ ഡയലോഗ്, കത്തി താഴെ ഇടാ നിന്റെ അച്ഛനാ പറയുന്നേ. ഇളകൻ ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് പല മോഡുലേഷനിൽ പറയണം. അതായത് ഇപ്പൊ കരഞ്ഞോണ്ട് പറയണം, ചിരിച്ചോണ്ട് പറയണം, പിന്നെ ദേഷ്യം ഒരു ദേഷ്യത്തിൽ പറയണം, പിന്നെ കുഞ്ഞു പിള്ളേര് പറയില്ലേ, കുഞ്ഞു പിള്ളേര് കത്തി മാസ്റ്റർ സുരേഷ് എങ്ങനെ പറയോ അതുപോലെ പറയണം. പിന്നെ റൊമാൻറ്റിക് ആയിട്ട് സേതുമ്മയെ നോക്കിയിട്ട് കത്തി താഴെ ഇടടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 4 മോഡുലേഷൻ. റെഡി? ഇരുന്നോണ്ട് പറഞ്ഞാൽ മതി. മോനെ കത്തി താഴെ ഇടാ, നിന്റെ വാപ്പയാണോടാ പറയണ കത്തി താഴെ ഇടാ. ഈ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാം. കത്തി തന്നെ പറയണോ? അത് വേറെ കത്തിയായി പോവില്ലേ? വേറെന്ത് പറയാൻ പറ്റും? വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അച്ഛൻ്റെ അടുത്തല്ലേ പറയണ. മോനേടാ ആ കുപ്പിഞ്ഞതാണ് അച്ഛനാണ്.
ഇനി ഇപ്പൊ കുഞ്ഞു വാവയാണ്. ഇപ്പൊ ചേട്ടനാണ് കുഞ്ഞു വാവ. അമ്മയോടോ അച്ഛനോടോ പറയണം, ഇത് താ, എനിക്ക് കത്തി താന്ന് പറയണം. അമ്മ 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 ആ ചൂരിച്ച് അമ്മ അച്ഛന് 2 അടി കൊടുക്കാനാണ്. അടിക്കണോ മോനെ? കൊണ്ടടിയടാ. സുരക്ഷ അടിപൊളി, കലകി. എല്ലാം ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. മിടുക്കൻ മാസ്റ്റർ സുരേഷ് പൊളിച്ച്. ഇതുപോലെ ഒരു പണിഷ്മെന്റ് ഇവിടെയും കൊടുക്കണം. എന്തിനാ? അവിടെ ജയിച്ചില്ലേ? എന്നാലും പറയട്ടെ. പണിഷ്മെന്റ്. ചേച്ചി എന്ത് പറയും? കത്തി താഴെ ഇടാൻ നിന്റെ അമ്മയാ പറയുന്നേ. ആ കത്തിയുടെ താഴെ ഇടാ. നിന്റെ അമ്മയാണ്. കത്തി താഴെ ഇടാ. നിന്റെ അമ്മയാണ് പറയുന്നത്. ഇനി ചിരിച്ചോണ്ട് എന്റെ മോനെ കത്തി താഴെ ഇടാ. നിന്റെ അമ്മയാണ് പറയുന്നത് മക്കളെ. ഇനി എന്താ? കരഞ്ഞോണ്ട് മക്കളെ കത്തി താഴെ ഇട്. നിന്റെ